ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ശംഖുപുഷ്പം കൊണ്ട് ഒരു ഫേസ് ക്രീം ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ക്രീമാണ്. അപ്പോൾ നല്ല ടാനൊക്കെ അടിച്ചിട്ടിരിക്കുന്ന ഒരു മുഖത്തും കരിവാളിപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ക്രീം തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറി കിട്ടും കേട്ടോ. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്രീം തേച്ച് കഴിഞ്ഞാൽ കിട്ടും. യാതൊരു ദോഷവും വരാത്ത നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു ക്രീം ഉണ്ടാക്കിയിട്ടിടുന്ന ഒരു വ്ളോഗിൽ ഞാൻ കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. കൂടാതെ ഞാൻ ഈ ഒരു ക്രീം തേച്ചിട്ടുള്ള ഒരു റിസൾട്ടും ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ നാത്തൂൻ്റെയും അമ്മയുടെ മുഖത്തൊക്കെ തേച്ച് കൊടുത്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയപ്പോൾ അവരൊന്നും വീഡിയോ എടുക്കാനായിട്ട് വന്നില്ല. അപ്പോൾ ആങ്ങളമാരെ പിടിച്ചിരുത്തിയതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ചേഞ്ചാണ് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഡബിൾ പെറ്റൽ ശംഖുപുഷ്പമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 5-10 എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമുക്ക് നീല ശംഖുപുഷ്പം എടുക്കാം കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി ക്യാമറയിൽ കാണാൻ നല്ലൊരു കളറൊക്കെ കിട്ടും. അപ്പോൾ ഇത് നല്ലത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വളരെ കുറച്ച് വെള്ളം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ കുറച്ച് പൂക്കളല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുള്ള് സത്തും നമുക്ക് കിട്ടണം. വളരെ കുറച്ച് ക്രീമാണ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ക്രീം കൂടുതൽ വേണമെന്നുണ്ടെച്ചെങ്കിൽ പൂക്കളും വെള്ളവും അതിലിടുന്ന ഒരു പൊടി ഉണ്ടല്ലോ, അതൊക്കെ കൂടുതൽ എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൂവ് ഇട്ടതിന് ശേഷം തിളപ്പിക്കൊന്നും വേണ്ട. തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ ഈ ഒരു പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സത്തും ഒക്കെ ഇറങ്ങി കൂട്ടാ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൂവൊക്കെ നല്ലപോലെ അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് എടുത്തിട്ട് മാറ്റി കളയാട്ടാ. ഇനി ഈ ഒരു വെള്ളത്തിന് നമുക്കൊരു ക്രീം രൂപത്തിലാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കൂവപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കൂവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂവപ്പൊടിയും നല്ലത് തന്നെയാണ് കേട്ടോ നമ്മുടെ മുഖത്തിന്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ലാത്തവർക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കട്ടിയായിട്ട് പിന്നെ നമ്മുടെ മുഖത്ത് അത് തേക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ വെള്ളത്തിനനുസരിച്ച് നമ്മൾ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല കട്ട ഇല്ലാണ്ട് നമ്മൾ നല്ലപോലെ ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇനി ഇത് ഒന്ന് ക്രീം രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് കേട്ടോ ഇത് ഒന്ന് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു പൂവിൻ്റെ മിശ്രിതം കൂടി എടുത്ത് വെച്ചിട്ട് നമ്മൾ ചെറു ചൂടിൽ നമ്മളിങ്ങനെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് നേരം ഇളക്കണം. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അത് കട്ടിയാവും കേട്ടോ. അപ്പോൾ അധികം കട്ടിയാവാൻ പാടില്ല. അപ്പോൾ കൂവപ്പൊടിയൊക്കെ ഉണ്ടെച്ചെങ്കിൽ നല്ലപോലെ കട്ടിയാവില്ല. അപ്പോൾ നമുക്ക് മുഖത്ത് ഇടാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളുടെ മുഖത്ത് ഇടാൻ പാകത്തിന് നമ്മൾ ആ ഒരു ലൂസായിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ ഇത് ഇറക്കാനായിട്ട്. കാരണം അത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടി ഒന്ന് ഉറയ്ക്കും. അപ്പോൾ നമ്മൾ മുഖത്ത് ഇങ്ങനെ കിടക്കണം ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മൾ ഇതൊന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം ഇത് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇറക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ തണുപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ ഞാനിത് ഇളക്കി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കളയാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇനിയും ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അലോവേര ജെല്ല് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പതാഞ്ജലിയുടെ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ല് ഇതുവരെ ചേർത്ത് നോക്കിയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ അപ്പം തന്നെ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് ചേർത്ത് നോക്കാം, കുഴപ്പമില്ല. ഇത് നമ്മൾ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ അലോവേര ജെല്ലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ജെല്ല് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്തിടുമ്പോഴും നല്ലൊരു മണമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ജെല്ല് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നല്ലൊരു അടച്ചുറപ്പുള്ളൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. നമുക്ക് ഡെയിലി നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നരാടം നമുക്കിതിടാം. നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.